നിങ്ങൾക്ക് മുന്നിൽ ഓരോ പുതിയ അവസരങ്ങൾ വരുന്ന സമയത്തും ഇത് ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ലേണിംഗ് ആപ്പ്. അപ്പോൾ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഏറ്റവും പുതിയൊരു അവസരം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതായത് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന് മുന്നേ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നമ്മൾ ഇതിന് മുന്നേ എക്സിക്യൂട്ടീവ് ട്രെയിനിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. CS മെക്കാനിക്കൽ CE സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു നല്ല അവസരമാണ്. അപ്പം നമുക്ക് എന്തെല്ലാം അവസരങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഇലക്ട്രിക്കൽ, സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, ഓക്കെ, അതിൽ കമ്പ്യൂട്ടർ സയൻസും എന്താണ് വാലിഡ് ആണ് കേട്ടോ. അതിൽ കമ്പ്യൂട്ടർ സയൻസും വാലിഡ് ആണ്. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ഉണ്ട്. ഈ ഒരു പോസ്റ്റുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 65% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ 65% മാർക്കുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ വീഡിയോ തുടർന്ന് മുന്നോട്ട് കണ്ടാൽ മതി. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 21 ജൂലൈ ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 20 ആഗസ്റ്റ് ആണെന്നും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 21 ജൂലൈ തൊട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം 20 ആഗസ്റ്റ് വരെ. അപ്പോൾ ബിടെക്, ഈ ബ്രാഞ്ചുകളിൽ ബിടെക് ഉള്ള ഉദ്യോഗാർത്ഥികൾ 65% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിലേക്കെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പോസ്റ്റിൻ്റെ വേക്കൻസി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കലിൽ 3 ഒഴിവുകളാണുള്ളത്. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കലിൽ 3 ഒഴിവുകൾ, എക്സിക്യൂട്ടീവ് ട്രെയിനി സിവിലിൽ 1 ഒഴിവാണുള്ളത്. അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 1 ഒഴിവ്. അങ്ങനെ ടോട്ടൽ 8 ഒഴിവുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, വേക്കൻസി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേക്കൻസി ഒന്നും വേണ്ട. ഒരൊറ്റ വേക്കൻസി ഉണ്ടെങ്കിൽ അതിന് വേണ്ടി പഠിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ പ്രിപ്പറേഷനിലെ ഏറ്റവും മികച്ച സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ജോലിയിലേക്ക് എത്താനുള്ള ആ ഒരു പോസിബിലിറ്റി അത്രയും ഹൈ ആയിരിക്കും നമ്മൾ ഒരു വേക്കൻസി ആണെങ്കിലും നമ്മൾ അതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത്. സോ നമുക്കിതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 27 ഇയേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 27 ഇയേഴ്സ്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബിടെക് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു മികച്ച അവസരമാണ്. കാര്യം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 27 ഇയേഴ്സ് ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്. അതേപോലെ തന്നെ അപ്പർ ഏജ് എന്ന് പറയുന്നത് OBCയിലാണെങ്കിൽ 3 ഇയറും അതേപോലെ SC STയിലാണെങ്കിൽ 5 വർഷത്തെയും ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, സോ ഏജ് ലിമിറ്റ് ഇപ്പോൾ 27, അൺറിസർവ്ഡിലാണെങ്കിൽ 27 ഉള്ളൂ. അപ്പോൾ ആ ഏജ് ലിമിറ്റിലുള്ള ആളുകൾ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ എക്സാം വരുമ്പോഴും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കട്ടെ. അതിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും, നമ്മൾ അതിന് എലിജിബിൾ ആണെന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ നോക്കി വെക്കാം. ഇനി ഇതിൻ്റെ സാലറിയിലേക്ക് വരികയാണെങ്കിൽ ടോട്ടൽ പെർ മന്ത് സാലറി പറഞ്ഞിരിക്കുന്നത് 77,200 ആണ് കേട്ടോ. അതിൽ എന്താണ് ബേസിക് പേയും DAയും HRAയും അതേപോലെ മറ്റ് അലവൻസുകളൊക്കെ ചേർക്കുന്ന സമയത്ത് 77,200 വരുന്നുണ്ട്. CTC അതായത് മിനിമം, അതായത് അറ്റ് ദ മിനിമം ഓഫ് ദ ഈവൻ സ്കെയിൽ നോക്കുകയാണെങ്കിൽ 11 lakhs വരുന്നുണ്ട് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി 11 lakhs ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് CTC ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സാലറിയുള്ള, നല്ല സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഫേസ് 1 എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റാണ് 60 മാർക്കിന്. അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ഗ്രൂപ്പ് ഡിസ്കഷന്, റൈറ്റിംഗ് സ്കില്ല്, പേഴ്സണൽ ഇൻ്റർവ്യൂ, അത് 40 മാർക്കിനാണ്. അതെല്ലാം കൂടി ചേർത്ത് 100 മാർക്കിലേക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫൈനൽ സ്കോർ എടുക്കുന്നുണ്ടാവുക. അതായത് ഇതിൽ ആദ്യത്തെ ഫേസിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും റൈറ്റിംഗ് സ്കില്ലും പേഴ്സണൽ ഇൻ്റർവ്യൂ ചേർത്ത് 40 മാർക്കും ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിൽ തന്നെ റൈറ്റിംഗിൽ നമ്മൾ ഫേസ് 1 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ് 5 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 5 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 5 മാർക്ക്, റീസണിങ് എബിലിറ്റി 5 മാർക്ക് ആൻഡ് സബ്ജക്ട് ബേസ്ഡ് 40 മാർക്കുള്ളത്. ഓക്കെ, ഈച്ച് ക്യാരീസ് 1 മാർക്ക് ആൻഡ് ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്കിംഗ്. ശ്രദ്ധിക്കുക, ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഈ എക്സാമിൽ വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെലക്ഷന്. അപ്പോൾ ഇതിൽ 40 മാർക്ക് എന്ന് പറയുന്നത് സബ്ജക്ട് ബേസ്ഡ് ആണ്. അതായത് നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിനാണ് വരിക, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിനാണ്, സിവിലിനാണെങ്കിൽ സിവിലിന്, ആ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കലിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എലിജിബിൾ ഡിസിപ്ലിൻ ഓഫ് എഞ്ചിനീയറിംഗ് കൺസിഡർ ഇക്വലൻ ബൈ UCSL. അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പ്യുവർ മെക്കാനിക്കൽ അല്ലെങ്കിലും മെക്കാനിക്കലിൻ്റെ കുറച്ച് സബ്സ്ട്രീമുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ടൂൾ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ആ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്.
ഓക്കെ, ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ www.udupi.csl എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ സന്ദർശിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20th ആഗസ്റ്റ് ആണ്. സോ ലാസ്റ്റ് ഡേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കരുത്. അപ്പോൾ ഇതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു ഓപ്പർച്യൂണിറ്റി വന്നാലും അതിന് വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഏത് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാലും അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓരോ തവണ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സർക്കാർ ജോലിയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇത് നൽകാൻ പോകുന്നത്. സോ ഇതൊരു നല്ല അവസരമായിട്ട് കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സസ് നമ്മൾ ഓൾറെഡി എൻട്രിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോസ്റ്റ് മാത്രമല്ല കേട്ടോ, അതായത് എക്സിക്യൂട്ടീവ് ട്രെയിനി ഉഡുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ മാത്രമല്ല, കേരളത്തിൽ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലും അതേപോലെ തന്നെ ഒരുപാട് ഇതേപോലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലും ഇതേപോലുള്ള ഓപ്പണിങ്സ് വരാറുണ്ട്. അപ്പോൾ അത്തരം ഓപ്പണിങ്സ് ഒക്കെ വരുന്ന സമയത്ത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഈ കോഴ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.